ഹായ്, എല്ലാവർക്കും ASAPലേക്ക് സ്വാഗതം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വേറൊരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കപ്പോൾ ഇന്ന് ഷെഡ്യൂളുകൾ, കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 ഷെഡ്യൂളുകളുണ്ട്. ആ ഷെഡ്യൂളുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിനകത്തോട്ട് പോവാം. എത്ര ഷെഡ്യൂളാണ് നമ്മൾ പറഞ്ഞത്? 12 ഷെഡ്യൂളുകളുണ്ട്. അപ്പോൾ ഓരോ ഷെഡ്യൂളും എന്തിനൊക്കെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് ഫസ്റ്റ് ഷെഡ്യൂളാണ്. ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? നമ്മുടെ സ്റ്റേറ്റുകളെ കുറിച്ചിട്ടും യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ചിട്ടാണ്. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസിനെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂൾ. അപ്പോൾ അതിനകത്ത് ഓരോ സ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിൻ്റെ നെയിമും അതുപോലെ തന്നെ ബൗണ്ടറി ഡീറ്റെയിൽസുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? എത്രയാണ്? 28 സ്റ്റേറ്റുകളുണ്ട്, അതുപോലെ തന്നെ 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ സ്റ്റേറ്റുകളുടെ പേരും അതുപോലെ തന്നെ അതിൻ്റെ ബൗണ്ടറി ഡീറ്റെയിൽസും ആണ് ഇതിനകത്തുള്ളത്, ഷെഡ്യൂൾ 1 ഉള്ളത്. ഓക്കെ, ഒന്നാമത്തെ ഷെഡ്യൂളിൽ എന്താണ്? യൂണിയനും അതിൻ്റെ ടെറിട്ടറീസും ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഷെഡ്യൂൾ 2 എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? സ്പെഷ്യൽ പവേഴ്സ് ആൻഡ് സാലറി ഓഫ് ഡീറ്റെയിൽസ് ഓഫ് പ്രസിഡന്റ്, ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ്, സ്പീക്കേഴ്സ് ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭ, സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്. അപ്പോൾ കുറച്ച് ആളുകളുടെ ആരുടെയൊക്കെയാണ്, അതായത് അവരുടെ സ്പെഷ്യൽ പവേഴ്സും അതുപോലെ തന്നെ അവരുടെ സാലറി ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടുമാണ് ഏതിനകത്ത് പറയുന്നത്? ഷെഡ്യൂൾ 2 പറയുന്നത്. അപ്പോൾ ആരുടെയൊക്കെയാണ് സാലറി ഡീറ്റെയിൽസും പവേഴ്സും ആണ് പറയുന്നത്? ഫസ്റ്റത്തത് പ്രസിഡന്റ്, പിന്നെ അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലെ ഗവർണേഴ്സ്, പിന്നെ അതുപോലെ തന്നെ സ്പീക്കേഴ്സ് ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭ, അതുപോലെ തന്നെ സുപ്രീം കോർട്ടിലെ അതുപോലെ തന്നെ ഹൈക്കോർട്ടിലെ ജഡ്ജിമാർ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഷെഡ്യൂൾ 2 എന്താണ് പറയുന്നത്? പവേഴ്സിനെ കുറിച്ചിട്ടും സാലറീസിനെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. ആരുടെയൊക്കെയാണ്? പ്രസിഡൻറ്റിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഗവർണേഴ്സിൻ്റെ ഉണ്ട്, സ്പീക്കേഴ്സിൻ്റെ, ഡെപ്യൂട്ടി സ്പീക്കേഴ്സിൻ്റെ, അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ. അപ്പോൾ ഇത്രയും ആളുകളുടെ അല്ലെങ്കിൽ ഇത്രയും പൊസിഷനിലുള്ള വ്യക്തികളുടെ പവേഴ്സിനെ കുറിച്ചിട്ടും സാലറീസിനെ കുറിച്ചിട്ടുമാണ് ഏതിനകത്ത് പറയുന്നത്? ഷെഡ്യൂൾ 2 പറയുന്നത്. ഇനി പറയുന്നത് ഷെഡ്യൂൾ 3 ആണ്. ഷെഡ്യൂൾ 3 എന്താണ് പറയുന്നത്? ഓത്ത് ആൻഡ് promises of all authority except president and vice president. പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും ഒഴികെ ബാക്കി എല്ലാവരുടെ ഓത്തിനെ കുറിച്ചിട്ടും പ്രോമിസസിനെ കുറിച്ചും നമുക്കറിയാം. സത്യപ്രതിജ്ഞ എടുക്കും അല്ലേ? ഒരു ഓഫീസിൽ കയറുന്നതിന് മുന്നേ എന്ത് ചെയ്യും? സത്യപ്രതിജ്ഞ എടുക്കും. അപ്പോൾ പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെ ഒഴികെയുള്ള ബാക്കി എല്ലാ മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ബാക്കി ഓരോ ഇതിൻ്റെയും എന്താണ് ഓത്തിനെ കുറിച്ചും പ്രോമിസസിനെ കുറിച്ചിട്ടുമാണ് ഏതിൽ പറയുന്നത്? ഷെഡ്യൂൾ 3 പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഷെഡ്യൂൾ 4. ഷെഡ്യൂൾ 4 എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. എന്താണ് പറയുന്നത്? രാജ്യസഭ MP-മാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. കൗണ്ട് ഓഫ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. അതായത് ഓരോ സ്റ്റേറ്റിലെയും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിലെ എന്താണ് രാജ്യസഭ MP-മാരുടെ എണ്ണത്തിൽ എന്താണ് വ്യത്യാസമുണ്ട്. അവരുടെ പോപ്പുലേഷൻ അനുസരിച്ചിട്ടൊക്കെയാണ് എന്ത് വരുന്നത്? രാജ്യസഭ സീറ്റുകൾ വരുന്നത്. അപ്പോൾ രാജ്യസഭ MP-മാരെ കുറിച്ച് പറയുന്നതാണ് ഇതിൽ പറയുന്നത് നമ്മുടെ ഷെഡ്യൂൾ 4 വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ രാജ്യസഭ MP-മാരുടെ കുറിച്ചിട്ട്, അതായത് ഓരോ സ്റ്റേറ്റിലെ യൂണിയൻ ടെറിട്ടറീസിലെ MP-മാരുടെ എണ്ണത്തിനെ കുറിച്ചിട്ടാണ് ഷെഡ്യൂൾ 4 വരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഷെഡ്യൂൾ 5 ആണ്. ഷെഡ്യൂൾ 5 എന്താണ് മെൻഷൻ ചെയ്യുന്നത്? ഷെഡ്യൂൾഡ് ഏരിയ ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ലോ ഡീറ്റെയിൽസ്. അതായത് നമുക്കറിയാം 10ഓളം സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്? ഷെഡ്യൂൾഡ് ഏരിയാസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഷെഡ്യൂൾഡ് ഏരിയാസിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട്, അഥവാ ചില ഡിസ്ട്രിക്ട് കൗൺസിലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ചിട്ടും ഷെഡ്യൂൾഡ് ട്രൈബ്സ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് ഏതിൽ വരുന്നത്? നമ്മുടെ ഷെഡ്യൂൾ 5 വരുന്നത്. ഇനി ഷെഡ്യൂൾ 6. ഷെഡ്യൂൾ 6 എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കുക. സ്റ്റേറ്റ്സ് ഓഫ് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. അവിടെ എന്തുണ്ട്? ചില ട്രൈബൽ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആ ട്രൈബൽ ഏരിയാസിൻ്റെ അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ലോ കൺട്രോളിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഷെഡ്യൂൾ 6 എന്താണ് പറയുന്നത്? ആസാം, മേഘാലയ, ത്രിപുര, അതുപോലെ തന്നെ മിസോറാം. 4 സംസ്ഥാനങ്ങളാണ്. ത്രിപുര ഉണ്ട്, ആസാം ഉണ്ട്, മേഘാലയ ഉണ്ട്, അതുപോലെ തന്നെ മിസോറാം ഉണ്ട്. ഓക്കെ, ഈ 4 സംസ്ഥാനങ്ങളിലെ ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ച് അല്ലെങ്കിൽ ട്രൈബൽ ഏരിയാസിനെ കുറിച്ചിട്ടും അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടുമാണ് ഏതിൽ വരുന്നത്? നമ്മുടെ ഷെഡ്യൂൾ 6 വരുന്നത്. അതായത് 5 ഇല്ലാത്ത ബാക്കി ട്രൈബൽ ഏരിയാസ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ചിട്ടാണ് 6 വരുന്നത്. ഇനി ഷെഡ്യൂൾ 7 എന്ന് പറയുന്നത് ഏതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? നമ്മുടെ ഫെഡറൽ ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ്. ലിസ്റ്റുകൾ ഏതൊക്കെ ലിസ്റ്റുകളുണ്ട്? നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂണിയനും സ്റ്റേറ്റിനും അധികാരമുള്ള കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 7 എന്ന് പറയുന്നത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ഈ 3 ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്
പറയുന്നതാണ് 7th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി 8ാമത്തെ ഷെഡ്യൂൾ. 8ാമത്തെ ഷെഡ്യൂളിനകത്ത് എന്താണ് പറയുന്നത്? നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട് അല്ലേ, ഔദ്യോഗിക ഭാഷകളുണ്ട്. 22 ഔദ്യോഗിക ഭാഷകളുണ്ട്, അഥവാ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. ഈ ഒഫീഷ്യൽ ലാംഗ്വേജസ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഷെഡ്യൂൾ 8ലാണ്. ഓക്കെ ആണല്ലോ. ഇനി ഷെഡ്യൂൾ 9 എന്താണ് പറയുന്നത്? വാലിഡേഷൻ ഓഫ് സെർട്ടൻ ആക്ട്സ് ആൻഡ് റെഗുലേഷൻസ്, പ്രത്യേക നിയമങ്ങൾ, അതായത് നമ്മുടെ അബോളിഷൻ ഓഫ് ജമീന്ദാരി ലോസ് ഒക്കെ ഉണ്ടായിരുന്നത്, അഥവാ നമ്മുടെ ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അബോളിഷൻ ഓഫ് ജമീന്ദാരി ലോസ്, അതുപോലെ തന്നെ ജമീന്ദാരി ലോസ്, അതുപോലെ തന്നെ ലാൻഡ് റിഫോംസ്, നമ്മുടെ ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ആക്റ്റുകളുടെ വാലിഡേഷനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് ഏതിലാണ്? നമ്മുടെ ഷെഡ്യൂൾ 9ലാണ്. ജമീന്ദാരി ലോസിൻ്റെ അബോളിഷന്, അതുപോലെ തന്നെ ലാൻഡ് റിഫോംസ് അഥവാ ഭൂപരിഷ്കരണമൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷെഡ്യൂൾ 10 എന്താണ് പറയുന്നത്? ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് MP ഓർ MLA അല്ലേ. ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം കൂറുമാറ്റ നിരോധന നിയമം അല്ലെങ്കിൽ ആൻറ്റി ഡിഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്? ആൻറ്റി ഡിഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഷെഡ്യൂൾ 10 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ, അവരുടെ സീറ്റ് എന്താ ചെയ്യണം നഷ്ടപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഷെഡ്യൂൾ 10 എന്ന് പറയുന്നത്. ഇനി ഷെഡ്യൂൾ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവേഴ്സ് ഓഫ് പഞ്ചായത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ചുമതലകളോ അവരുടെ അധികാരങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഷെഡ്യൂൾ 11. പഞ്ചായത്ത് ഏതാണ്? ഷെഡ്യൂൾ 11 ആണ്. ഇനി അതുപോലെ തന്നെ ഷെഡ്യൂൾ 12 എന്തിനെ കുറിച്ചിട്ട് പറയുന്നതാണ്? റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവേഴ്സ് ഓഫ് മുനിസിപ്പാലിറ്റീസ്, അഥവാ നമ്മുടെ നഗരസഭ അല്ലെങ്കിൽ നഗരസഭയായിട്ട് ബന്ധപ്പെട്ടുള്ള മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഷെഡ്യൂൾ 12 എന്ന് പറയുന്നത്. അങ്ങനെ 12 ഷെഡ്യൂളുകളാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യം എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു? 8 ഉണ്ടായിരുന്നു അല്ലേ. നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് 1950 8 ആസ് ഓഫ് 2024 എത്ര ഉണ്ട്? 12 ഉണ്ട്. അപ്പോൾ 4 എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഈ 9, 10, 11, 12. ഓക്കെ. അപ്പോൾ ചില അമെൻമെൻറ്റ് വഴിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് ആഡ് ചെയ്തിട്ടുള്ള ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഷെഡ്യൂളുകൾ നമുക്ക് ആദ്യം ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഷെഡ്യൂൾ പറഞ്ഞത് എന്താണ്? സ്റ്റേറ്റുകളെ പറ്റിയിട്ടും യൂണിയൻ ടെറിട്ടറീസിനെ പറ്റിയിട്ടുമാണ്. അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റേറ്റുകളുടെയും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിൻ്റെ നെയിംസും അതുപോലെ തന്നെ അതിൻ്റെ ബൗണ്ടറീസുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി ഷെഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ ചില ഓഫീസുകളുടെ പവേഴ്സും അതുപോലെ തന്നെ സാലറീസുമാണ്. നമ്മൾ പറഞ്ഞു പ്രസിഡന്റ്, ഗവർണർ, അതുപോലെ തന്നെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, സുപ്രീം കോടതി, ഹൈക്കോർട്ട് ജഡ്ജസിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഷെഡ്യൂൾ 3 എന്താണ്? ഓത്താണ് പറയുന്നത്. ആരുടെ ഒഴികെ? പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെ ഒഴികെ ബാക്കി ഓഫീസുകളുടെ ഓത്ത് പ്രോമിസസ് ആണ് പറയുന്നത്. ഇനി ഷെഡ്യൂൾ 4 എന്താണ് പറഞ്ഞത്? രാജ്യസഭ MP-മാരെ കുറിച്ച് ഓരോ സ്റ്റേറ്റിൽ നിന്നും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിൽ നിന്നും വരുന്ന രാജ്യസഭ MP-മാരെ പറ്റിയിട്ടാണ് ഷെഡ്യൂൾ 4 പറയുന്നത്. ഷെഡ്യൂൾ 5 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ചിട്ട്. ഷെഡ്യൂൾ 5 ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം 10 സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്? 10 സ്റ്റേറ്റുകളിൽ എന്തുണ്ട്? ഷെഡ്യൂൾഡ് ഏരിയാസ് ഉണ്ട്. ആ ഷെഡ്യൂൾഡ് ഏരിയാസിൻ്റെ അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടാണ് ഷെഡ്യൂൾ 5 പറയുന്നത്. ഇനി ഷെഡ്യൂൾ 6 എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. 4 സ്റ്റേറ്റുകൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ആസാം, മേഘാലയ, അതുപോലെ തന്നെ ത്രിപുര, മിസോറം. അവിടെയുള്ള ട്രൈബൽ ഏരിയാസ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ഏരിയാസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടുമാണ് എന്ത്? ഷെഡ്യൂൾ 6 പറയുന്നത്. ഇനി ഷെഡ്യൂൾ 7 എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഫെഡറൽ ലിസ്റ്റുകളുണ്ട് അല്ലേ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ് ഷെഡ്യൂൾ 7 മെൻഷൻ ചെയ്യുന്നത്. ഷെഡ്യൂൾ 8 ആണ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഷെഡ്യൂൾ 9 നമ്മൾ പറഞ്ഞു ലാൻഡ് റിഫോംസ്, ചില പ്രത്യേക ലോകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സെർട്ടൻ ആക്ട്സുകളെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത്? ഷെഡ്യൂൾ 9. ഷെഡ്യൂൾ 10 എന്ന് പറഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് MP or MLA. ഇനി ഷെഡ്യൂൾ 11 പറഞ്ഞത് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവേഴ്സ് ഓഫ് പഞ്ചായത്ത്. ഷെഡ്യൂൾ 12 റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവേഴ്സ് ഓഫ് മുനിസിപ്പാലിറ്റീസ്. അപ്പോൾ ഇത്രയാണ് ഷെഡ്യൂളുകൾ പറയാനുള്ളത്. ഇനി ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴായിട്ടും കാണുന്ന ഒരു കോഡാണ്. കോഡ് ഓർത്ത് വെക്കാം. ഓക്കെ. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. ടി എന്ന് പറയുന്നത് ഫസ്റ്റത്തേതാണ് അല്ലേ. 1, 2, 3, 4. ഫസ്റ്റത്തത് ടി ആണ് അല്ലേ. ടി എന്ന് പറയുന്നത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. അപ്പോൾ ടെറിട്ടറീസിനെ കുറിച്ചിട്ട് അല്ലേ നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്? സ്റ്റേറ്റുകളെ യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് ഒന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. അപ്പോൾ T4 എന്താണ്? ടെറിട്ടറീസ്. ഇനി ഇ എന്ന് പറയുന്നത് ഇമോളുമെൻസിനെ കുറിച്ചിട്ടാണ്, അഥവാ സാലറീനെ കുറിച്ചിട്ടാണ് അല്ലേ. ചില പ്രത്യേക ഓഫീസുകളുടെ സാലറീസിനെയും പവേഴ്സിനെ കുറിച്ചിട്ടുമാണ് എന്ത് പറയുന്നത്? രണ്ടാമത്തെ ഷെഡ്യൂൾ പറയുന്നത് ഇമോളുമെൻസ്. എ എന്ന് പറയുന്നത് അഫർമേഷൻസ്. എന്താണ് അഫർമേഷൻസ്? ഓത്തുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഫർമേഷൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ
വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റും ഒഴികെയുള്ള ഓഫീസുകളുടെ അഫർമേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഓത്തിനെ കുറിച്ചിട്ടാണ് 3ാമത്തെ ഷെഡ്യൂൾ പറഞ്ഞത്. ഇനി 4ാമത്തെ ഷെഡ്യൂളിൽ നമ്മൾ എന്താ പറഞ്ഞത്? രാജ്യസഭ എം പിമാരെ കുറിച്ചിട്ട്, രാജ്യസഭ എം പിമാരെ കുറിച്ചിട്ടാണ് 4ാമത്തെ ഷെഡ്യൂൾ പറഞ്ഞത്. ഇനി 5ാമത്തെ ഷെഡ്യൂളിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ചിട്ട്, അതാണ് എസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ഏരിയാസിലെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് നമ്മൾ 5ാമത്തെ ഷെഡ്യൂൾ പറഞ്ഞത്. ഇനി ഓ എന്ന് പറയുന്നത് 6ാമത്തെ ഷെഡ്യൂളാണ്, അതർ ദാൻ 5th ഷെഡ്യൂൾ കേട്ടോ. അതായത് 5th ഷെഡ്യൂളിലുള്ള അല്ലാത്തത്, അതായത് നമ്മുടെ ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതർ ദാൻ ഷെഡ്യൂൾഡ് ഏരിയ ഫോർ 5th ഷെഡ്യൂൾ, അതാണ് ഓ. ഇനി എഫ് എന്ന് പറഞ്ഞാൽ ഫെഡറൽ ലിസ്റ്റുകളെ കുറിച്ച്, ഫെഡറൽ ലിസ്റ്റുകൾ ഏഴിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്. ഫെഡറൽ ലിസ്റ്റുകളെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് 7ാമത്തേലാണ്. ഇനി O4 8ാമത്തത് ഓ ആണ്, ഒഫീഷ്യൽ ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? 8ാമത്തത്. 9 എന്താണ്? ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്റ്റുകൾ അല്ലേ, ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് 9ാമത്തെ ഷെഡ്യൂൾ. D4 ഡിഫെക്ഷൻ, ആൻറ്റി ഡിഫെക്ഷൻ, ഏതാണ്? ആൻറ്റി ഡിഫെക്ഷൻ, കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്? ഡി. 10ാമത്തെ ഷെഡ്യൂളാണ് ആൻറ്റി ഡിഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇനി 11 എന്ത്? പഞ്ചായത്ത്. 12 എന്താണ്? മുനിസിപ്പാലിറ്റി. അപ്പോൾ ഈ ഒരു കോഡ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പഠിക്കാൻ പറ്റും. എന്താണ്? ടിയേഴ്സ് ഓഫ് ഓൾഡ് PM, മറക്കരുത്. ടി എന്ന് പറയുന്നത് ടെറിട്ടറി, E ഫോർ ഇമോളുമെൻറ്റ്സ്, A ഫോർ അഫർമേഷൻ, R ഫോർ രാജ്യസഭ, S ഫോർ ഷെഡ്യൂൾഡ് ഏരിയ, O ഫോർ അതർ ദാൻ 5th ഷെഡ്യൂൾ, F ഫോർ ഫെഡറൽ ലിസ്റ്റ്, പിന്നെ O ഫോർ ഒഫീഷ്യൽ ലാംഗ്വേജ്, L എന്ന് പറയുന്നത് ലാൻഡ് റിഫോംസ്, D ഫോർ ആൻറ്റി ഡിഫെക്ഷൻ ആണ് ആൻറ്റി ഡിഫെക്ഷൻ, കൂറുമാറ്റ നിരോധനം. ഓക്കെ. P ഫോർ പഞ്ചായത്ത്, M ഫോർ മുനിസിപ്പാലിറ്റീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഷെഡ്യൂളിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു 9th 10th 11th 12th ഇതെന്താണ്? പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ് ഇത് വന്നിട്ടുള്ളത് നോക്കാം. 9th ഷെഡ്യൂൾ വന്നിട്ടുള്ളത് 1951, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട് ചെയ്തത് 1950-ലാണ്. തൊട്ടടുത്ത വർഷം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ത് വരുന്നത്? ഷെഡ്യൂൾ 9 വരുന്നത്. ഓക്കെ ആണല്ലോ? 1951 ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് ഷെഡ്യൂൾ 9 വരുന്നത്. ഇനി ഷെഡ്യൂൾ 10 വരുന്നത് എന്നാണ്? 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്, അതായത് 52ാമത് ഭരണഘടന ഭേദഗതി പ്രകാരം 1985 52ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ് ഷെഡ്യൂൾ 10 വരുന്നത്. ഇനി ഷെഡ്യൂൾ 11 എന്നാണ്? 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1992 പ്രകാരമാണ് ഷെഡ്യൂൾ 11 വരുന്നത്. ഇനി 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ് എന്ത് വരുന്നത്? 12th ഷെഡ്യൂൾ വരുന്നത് 1992. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 4 ഷെഡ്യൂളുകൾ വന്നിട്ടുള്ളത് അമെൻമെൻറ്റുകളും കൂടെ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.